നമസ്കാരം. വീണ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ഉത്സവങ്ങളിൽ ആനയെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട നിലപാടുകൾ കൂടുതൽ കർശനമാക്കി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കോടതിയുടെ രൂക്ഷ വിമർശനം. തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആനകളെ എഴുന്നള്ളിച്ചപ്പോൾ കോടതി നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയത് എന്തുകൊണ്ടെന്ന് ചോദ്യം. മതത്തിന്റെ പേരിൽ എന്തും ചെയ്യാമെന്ന് കരുതേണ്ടതില്ലെന്ന് കോടതി. സാമാന്യ ബുദ്ധിയില്ലാത്തത് എന്തുകൊണ്ടെന്ന ജസ്റ്റിസുമാരായ ജയശങ്കർ നമ്പ്യാരും പി ഗോപിനാഥും. ചില ആളുകളുടെ ഈഗോയല്ല കോടതി വിധിയാണ് നടപ്പിലാക്കേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തൽ. ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ചേലക്കരയ്ക്കും പാലക്കാടിനും ഇനി പുതിയ MLA-മാർ. UR പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമസഭയുടെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ സ്പീക്കർ AN ഷംസീർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ആദ്യം പ്രതിജ്ഞയെടുത്ത പ്രദീപ് സഗൗരവം പ്രതിജ്ഞ ചൊല്ലി. രാഹുൽ ദൈവനാമത്തിൽ MLA-ആയി. UR പ്രദീപ് നിയമനിർമ്മാണ സഭയിലെത്തുന്നത് ഇത് രണ്ടാം തവണ. രാഹുൽ കന്നിക്കാരൻ. അഭിനന്ദനം അറിയിച്ച മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. ഇരുവർക്കും സ്പീക്കർ നൽകിയ സമ്മാനം നീല ട്രോളി ബാഗ്. മച്ചാട് വനമേഖലയിൽ വൈദ്യുത കെണിയൊരുക്കി വന്യമൃഗവേട്ട. സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന പരിസ്ഥിതി സംഘടന ജനനി. കെണിയിൽ കുരുങ്ങി മനുഷ്യജീവനുകൾ നഷ്ടപ്പെടുമ്പോഴും കുംഭകർണ സേവകരായി വനം വകുപ്പ്. ഒറ്റയാൾ സമരവുമായി ജനനി പ്രസിഡന്റ് V അനിരുദ്ധൻ. മച്ചാട് വടക്കാഞ്ചേരി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ സമരം. അകമലയിൽ വീണ്ടും കാട്ടാന വിഹാരം. വീട്ടിലേക്ക് നടന്നെടുക്കുന്ന ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ. വൻതോതിൽ കാർഷിക നാശം സൃഷ്ടിച്ചു കൊമ്പൻ. അപ്പൊ ബാക്കി കാര്യങ്ങൾ നിയമപരമായ കാര്യങ്ങൾ ഞാൻ ഈ നിലവിൽ നീതിപ്പെടുത്തുന്നതോട് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. അതായത് ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിനെ നേരിടും. കരുവന്നൂർ കേസിൽ ജയിൽ മോചിതനായ വടക്കാഞ്ചേരി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ PR അരവിന്ദാക്ഷൻ ജന്മനാട്ടിലെത്തി. അത്താണിയിൽ CPM പ്രവർത്തകർ നൽകിയത് ആവേശോജ്വല സ്വീകരണം. ലോക്കൽ സെക്രട്ടറി KR ഉദയന്റെ നേതൃത്വത്തിൽ വരവേൽപ്പ്. താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും നീതിപീഠത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും അരവിന്ദാക്ഷൻ. 3 മാസം മുമ്പ് ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കിയ 6 ഗവേഷക വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കണമെന്ന് SFI. പീച്ചി വനഗവേഷണ കേന്ദ്രത്തിലേക്ക് സംഘടന നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് പ്രവർത്തകർ ഓഫീസിലെത്തി ചില്ലുകൾ തകർത്തു. പോലീസ് ആവശ്യമായ സുരക്ഷ ഒരുക്കിയില്ലെന്ന ആരോപണം. SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിൽ വീണ്ടും വൻ സ്പിരിറ്റ് വേട്ട. മണ്ണുത്തിയിൽ നിന്ന് 2600 ലിറ്റർ പിടികൂടി. മുന്തിരി പെട്ടികൾക്കടിയിൽ ഒളിപ്പിച്ച് കടത്തിയ 79 ഗന്ന സ്പിരിറ്റാണ് പിടിച്ചെടുത്തത്. ബംഗളൂരുവിൽ നിന്ന് കടത്തുകയായിരുന്നു സ്പിരിറ്റ്. കൊടുങ്ങല്ലൂർ സ്വദേശിക്ക് വേണ്ടിയായിരുന്നു കടത്തൽ. പഴയന്നൂർ സെന്റ് ഡൊമിനിക് ഇടവകാംഗമായ അഭിഭാഷകന്റെ പരാതിയിൽ തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തിലിനും വികാരി ഫാദർ ബെന്നി കിടങ്ങനും വടക്കാഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ നോട്ടീസ്. 2025 ജനുവരി 1 കോടതിയിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം. പള്ളിയിലെ മുൻ കൈക്കാരൻ അഡ്വക്കേറ്റ് നെവിൻ ജോർജ് തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന് കാണിച്ച് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കുടുംബ കൂട്ടായ്മ അതിരൂപത ഡയറക്ടർ ഫാദർ ഡെന്നി താണിക്കലും ഹാജരാകണം. സംസ്ഥാനത്ത് വാഹനാപകട നിരക്ക് വലിയ തോതിൽ കുതിച്ചുയരുന്നു. ഈ വർഷം ഒക്ടോബർ വരെ 40,821 അപകടങ്ങളിൽ പൊലിഞ്ഞത് 3,168 ജീവനുകൾ. 45,657 പേർക്ക് പരിക്കേറ്റു. ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നത് 36,000 അപകടങ്ങൾ. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്ന 5 സംസ്ഥാനങ്ങളിൽ കേരളവും. 2 വർഷമായി അടച്ചുപൂട്ടി കിടക്കുന്ന വിരിപ്പാക്ക തൃശൂർ കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന്റെയും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരളയുടെയും അടക്കം 18 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വൈദ്യുത ബിൽ കുടിശ്ശിക എഴുതിത്തള്ളി സർക്കാർ. പൊതുമേഖലയുടെ പുനരുദ്ധാരണം ലക്ഷ്യം. വിരിപ്പാക്ക സ്പിന്നിംഗ് മിൽ വീണ്ടും തുറന്നു പ്രവർത്തിപ്പിക്കാനാകുമെന്ന് പ്രതീക്ഷ.
വെടിക്കെട്ടും ഗജവീര എഴുന്നള്ളിപ്പുമെല്ലാം ആശങ്കയുടെ കരിനിഴലിൽ അകപ്പെട്ട് മലയാളികൾക്ക് സ്വപ്നമായി അവശേഷിക്കാൻ സാധ്യതയേറുമ്പോൾ മരുഭൂമിയുടെ നാട്ടിൽ ഉത്സവാഘോഷങ്ങളിൽ മതിമറന്ന് പ്രവാസികൾ. മടത്തിൽ വരവും ഇലഞ്ഞിത്തറമേളവും ആവേശമായി. മച്ചാട് മാമാങ്ക കുതിരയുടെ എഴുന്നള്ളിപ്പ് ആരവം തീർത്തു ദുബായിൽ. ആവേശക്കൊടുമുടിയേറി പ്രവാസികൾ.